ഈശ്വരാ. നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? എന്താ നിനക്ക് വിശ്വാസം വരുന്നില്ലേ? ഇത് നിന്റെ കുഞ്ഞ് തന്നെയാ. എന്റെ കുഞ്ഞിനെ ഏതാ? എന്റെ കുഞ്ഞിനെ നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയ? ഇൻക്യുബേറ്റർ റൂമിൽ നിന്ന് നിങ്ങളല്ലേ എന്റെ കുഞ്ഞിനെ എടുത്തോണ്ട് പോയത്? നീ എന്തായി പറയുന്നത്? ഞാൻ നിന്റെ കുഞ്ഞിനെ മോഷ്ടിച്ചെന്നോ? പിന്നെ നിങ്ങൾക്ക് എന്റെ കുഞ്ഞിനെ എങ്ങനെയാ കിട്ടിയേ? സിസ്റ്റർ, സിസ്റ്റർ, നീ ഇങ്ങനെ ചുമ്മാടുന്ന് ബഹളം വയ്ക്കല്ലേ. ഞാൻ നിന്നെ കാണാനായിട്ട് ഇങ്ങോട്ട് വരികയായിരുന്നു. അപ്പോഴാ ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പുറത്തൊരു ബെഞ്ചിൽ കണ്ടത്. കയ്യിലെ ടാഗിൽ നിന്റെ പേര് കണ്ടപ്പോ എനിക്കിത് നിന്റെ കുഞ്ഞാന്ന് മനസ്സിലായി. ആ കുഞ്ഞിനെ അന്വേഷിച്ച് ഇവിടെ എല്ലാരും കിടന്ന് ഓടുന്നേം കണ്ടു. അതുകൊണ്ടാ എന്റെ കൈ കിട്ടിയപ്പോ തന്നെ ഞാൻ കുഞ്ഞുമായിട്ട് ഇങ്ങോട്ട് വന്നത്. ഇവരൊക്കെ എന്താ ഇത്രമാത്രം ഉത്തരവാദിത്വം ഇല്ലാതെ പെരുമാറുന്നത്? ഇൻക്യുബേറ്റർ റൂമിനൊരു സുരക്ഷിതത്വമൊക്കെ വേണ്ടേ? ഇല്ലെങ്കിൽ ആരെങ്കിലും അവിടെ പോയി ഇതുപോലെ കുഞ്ഞിനെ എടുത്തോണ്ട് പോയാ നീ എന്ത് ചെയ്യും? നിങ്ങൾ തന്നെയാ എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് എന്നെ കാണാൻ വരേണ്ട കാര്യം എന്താ? ശത്രു ആണെങ്കിലും അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നത് എന്റെ ഒരു ശീലമാ. നിനക്ക് സുഖാണല്ലോ അല്ലേ? പിന്നെ കുഞ്ഞിനെ സൂക്ഷിക്കാൻ പറയണം ആ നഴ്സുമാരോട്. ഇല്ലെങ്കിൽ ചിലപ്പോ ഇനി ഇതുപോലെ ആരെങ്കിലും എടുത്തോണ്ട് പോയെന്ന് വരും. നീ ഇതിന് പാലൊക്കെ കൊടുത്തു തുടങ്ങിയോ? നിങ്ങൾ കാരണം എന്റെ കുഞ്ഞിന് ഇപ്പൊ ഇങ്ങനെ ജനിക്കേണ്ടി വന്നത്. നിങ്ങളെ ഞാൻ വിടില്ല, നോക്കിക്കോ. ഇതുവരെ ആ മുറി സംഭവിച്ച എന്താന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇനി ഞാനത് പറയും. നീ പറയടി. എനിക്കാരും ഒരു പേടിയില്ല. അത് ഞാൻ നിന്നെ നിന്റെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി തന്നെ ചെയ്തതാ. പക്ഷെ എന്നിട്ട് നീ രക്ഷപ്പെട്ടു. പ്രീമച്ചർ ബേബി ആയതുകൊണ്ട് നന്നായിട്ട് നോക്കണേ. ഇല്ലെങ്കിൽ കിട്ടിയ ജീവൻ തിരിച്ചങ്ങ് പോകാൻ ഒരു നിമിഷം മതി. അത് ഓർമ്മ വേണം. തൽക്കാലം ഞാൻ പോവാ. പക്ഷെ നീ നിന്റെ കുഞ്ഞും സേഫായെന്ന് വിചാരിക്കണ്ട.